ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമുക്കറിയാം ഡിസംബർ ലാസ്റ്റിൽ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 4 വരെ മാത്രമാണ് നമുക്ക് ഈ പരീക്ഷകൾക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ചും മെക്കാനിക്കൽ സിവിൽ വിങ്ങുകളിലായിട്ട് വന്നിട്ടുള്ള കുറേയധികം നോട്ടിഫിക്കേഷൻസ് ഡിസംബർ 30-31 തീയതികളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏജ് ഓവർ ആവുന്നവരെയൊക്കെ പരിഗണിച്ച് ഡിസംബർ അവസാനം, വർഷ അവസാനം PSC പുറത്തിറക്കാറുണ്ട് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറക്കാതെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒന്നുകൂടെ സിവിൽ വിങ്ങിലെയും അതുപോലെ തന്നെ മെക്കാനിക്കൽ വിങ്ങിലെയും സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ITI, ഡിപ്ലോമ, BTech ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പരീക്ഷകളുടെ ലിസ്റ്റ്, ചില പരീക്ഷകളല്ല, ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്ന രണ്ട് നോട്ടിഫിക്കേഷനുകളിലെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പരീക്ഷകളിലെല്ലാം ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക, മറക്കരുത്. കാരണം ഫെബ്രുവരി 4 വരെ മാത്രമേ പറ്റുള്ളൂ, പിന്നെ ഒരു ചാൻസ് ഇല്ല. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിവിലിന്റെ കേസിലാണെങ്കിൽ ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സിവിലിന്റെ കേസിലാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ PWD-യിലേക്കുള്ള AE സിവിലിന്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 878/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി, അതായത് KWA AE, അതിൽ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും കെമിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 706/2025. അതിലും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 4 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ, ഹാർബർ എഞ്ചിനീയറിംഗിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ, അതിലും ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. 724/25. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ യൂണിവേഴ്സിറ്റീസ്, അതായത് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഗ്രേഡ് 2 സിവിൽ ഓവർസിയറുടെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. 882/25 എന്നുള്ളതാണ്. പിന്നീട് STക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ PWD 638/25 എന്നുള്ളത് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സിവിൽ വിങ്ങിൽ നിന്ന് ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന നോട്ടിഫിക്കേഷൻസ്. അപ്ലൈ ചെയ്യാൻ മറക്കരുത്, നിശ്ചിത യോഗ്യതയുള്ളവർ. ഇതിന്റെയൊക്കെ അതായത് നോട്ടിഫിക്കേഷനിൽ പോയ എന്താണ് യോഗ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. മെക്കാനിക്കൽ വിങ്ങിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 697/25. ഇത് മെക്കാനിക്കൽ ബിരുദമുള്ള BTech ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. വിട്ടുപോകരുത്. ചിലർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്രമൊക്കെ അപ്ലൈ ചെയ്യും. ഇതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് സെയിം സിലബസ് ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിലെ സെയിം സിലബസ് ആണ്. ഒരേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് വിട്ടുപോകരുത്. ഇത് ഈ മെക്കാനിക്കലിൽ BTech ഉള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ KWA അസിസ്റ്റന്റ് എഞ്ചിനീയറും മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാം. 706/2025 എന്നുള്ളത്. KWA ഓപ്പറേറ്റർ, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ, മെക്കാനിക്കൽ വിങ്ങിൽ വരുന്ന ഒരു പരീക്ഷയാണ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കലൊക്കെ പറ്റും. അപ്പോൾ 734/25 ആണ് അതിന്റെ ഒരു കാറ്റഗറി നമ്പർ. ദെൻ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ 758/25. ഈ ഒരു നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അപ്പോൾ ഇത് കൂടാതെ വെൽഡർ, അതുപോലെ തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള വെൽഡർ, അത്തരം നോട്ടിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ്. ഇവിടെ കണ്ട എല്ലാ പരീക്ഷകളുടെയും കോച്ചിങ്, ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് I+ൽ അവൈലബിൾ ആണ്. ഇനി പഠിക്കുക, കൃത്യമായിട്ട് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് എന്നാണ് ഈ പരീക്ഷ നടക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.